ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സ്റ്റോക്ക് മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള സെന്റിമെന്റ്സ് ഇപ്പോഴും ബെയറിഷ് ആണ്. നിയർ ടൈമിൽ ഉണ്ടാവുന്ന ഉയർച്ചകൾ സ്ഥിരതയുള്ളതല്ല. അത് ഒരു ബിയർ മാർക്കറ്റ് ബൗൺസ് മാത്രമായിരിക്കാനാണ് സാധ്യത. ഗ്ലോബൽ ഓയിൽ സപ്ലൈക്ക് നിർണായകമായ ഹോർമൂസ് കടലിടുക്കിനെ കുറിച്ചുള്ള വ്യക്തത വരുത്തുന്നതുവരെ ഈ അനിശ്ചിതത്വം തുടരും. വിദേശ നിക്ഷേപകരുടെ വലിയ തോതിലുള്ള സെല്ലിംഗ് ഫിനാൻഷ്യൽ ഇയർ 2026 ഏകദേശം 3.1 ലക്ഷം കോടി രൂപയാണ് സെല്ലിംഗ് നടന്നിരിക്കുന്നത്. കൂടാതെ ഉയർന്ന ക്രൂഡ് വിലയും ഇന്ത്യയുടെ വിപണിയെ സമ്മർദ്ദത്തിലാക്കുന്നു. RBI ഫിനാൻഷ്യൽ ഇയർ 2027 വളർച്ചാ നിരക്ക് ഏകദേശം 6.2 to 6.5% വരെ കുറയ്ക്കാനും പണപ്പെരുപ്പം 4.5 to 5% വരെ ഉയരുമെന്നുമാണ് പ്രതീക്ഷ. കൂടാതെ വെസ്റ്റ് ഏഷ്യയിലെ സംഘർഷം കുറയാത്ത പക്ഷം 2027 മധ്യത്തോടെ പലിശ നിരക്കിൽ മാറ്റമുണ്ടാകില്ലെന്നാണ് സൂചന. നിഫ്റ്റി 50 ഇപ്പോഴും താഴോട്ടുള്ള സമ്മർദ്ദത്തിലാണ്. ലോവർ ഹൈസും ലോവർ ലോസും കൂടിയ സെല്ലിംഗും ഇത് വ്യക്തമാക്കുന്നു. എങ്കിലും ഓവർസോൾഡ് നിലയിലുള്ളതിനാൽ 22,500, 22,700 വരെ ഒരു ചെറിയ റിക്കവറി സാധ്യതയുണ്ട്. പക്ഷേ വെസ്റ്റ് ഏഷ്യയിലെ സംഘർഷവും തുടർച്ചയായ വിദേശ നിക്ഷേപകരുടെ പിന്മാറ്റവും കാരണം ഈ ഉയർച്ച ദീർഘകാലം നിലനിൽക്കുമോ എന്ന് സംശയമാണ്. നിർണായകമായ സപ്പോർട്ട് ലെവൽ തകർന്നാൽ സൂചിക 22,000, 21,700 വരെ താഴെ ഇറങ്ങാൻ സാധ്യതയുള്ളതിനാൽ നിക്ഷേപകർ ജാഗ്രത പാലിക്കണം. നിഫ്റ്റി 50 ഓപ്ഷൻ ഡാറ്റ പ്രകാരം മുന്നിൽ ശക്തമായ റെസിസ്റ്റൻസ് നിലനിൽക്കുന്നു. 23,000 ലെവലിലാണ് ഏറ്റവും കൂടുതൽ കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ്. തുടർന്ന് 22,500, 23,200 എന്ന ലെവലുകളിൽ സെല്ലേഴ്സ് സജീവമാണെന്ന് കാണിക്കുന്നു. 22,500 ലെവലിൽ വലിയ തോതിൽ കോൾ റേറ്റിംഗ് ഉണ്ടായതിനാൽ അത് തത്സമയം റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കാം. 21,700 മുതൽ 23,200 വരെ വലിയ അൺവൈൻഡിംഗ് ഒന്നും കാണാത്തത് കാരണം ചെറിയ ഉയർച്ചകൾക്കും ഈ ലെവലുകളിൽ വിൽപ്പന സമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുട്ട് ഡാറ്റ നോക്കുമ്പോൾ 22,000 ലെവലിലാണ് ശക്തമായ സപ്പോർട്ട് കാണുന്നത്. ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ്. തുടർന്ന് 22,500. ഈ ലെവലുകളിൽ പുതിയ പുട്ട് റേറ്റിംഗ് ഉണ്ടായതുകൊണ്ട് ഡിപ്പുകളിൽ ബയേഴ്സ് എത്തുന്നുവെന്ന് വ്യക്തമാകുന്നു. എന്നാൽ 22,800, 23,100 ലെവലുകളിൽ അൺവൈൻഡിംഗ് ഉണ്ടായത് ഉയർന്ന ലെവലുകളിൽ ആത്മവിശ്വാസം കുറയുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. ബാങ്ക് നിഫ്റ്റി കോൾ ഡാറ്റ പ്രകാരം 51,000 ലെവലിൽ ശക്തമായ റെസിസ്റ്റൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് ഈ ലെവലിലാണ്. തുടർന്ന് 52,000, 50,000, 51,000 ലെവലിലും ശക്തമായ കോൾ റേറ്റിംഗ് ഉള്ളത് സെല്ലേഴ്സ് ഈ ലെവൽ കാത്തുസൂക്ഷിക്കുന്നുവെന്ന് കാണിക്കുന്നു. 49,000, 52,250 ഇടയിൽ അൺവൈൻഡിംഗ് വളരെ കുറവായതിനാൽ ഈ ഉയർച്ചകൾക്ക് പരിധി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 50,500, 51,000 ഇടയിൽ വിൽപ്പന സമ്മർദ്ദം പ്രതീക്ഷിക്കാം. നിഫ്റ്റി 50 PCR 0.94 നിന്ന് 0.92 ആയി കുറഞ്ഞത് മാർക്കറ്റിൽ ചെറിയ ജാഗ്രതാഭാവം വർദ്ധിപ്പിച്ചതായി സൂചിപ്പിക്കുന്നു. PCR 1 താഴെയായതിനാൽ കോൾ റേറ്റിംഗ് കൂടുതലാണ്. ഇത് ചെറിയ ബെയറിഷ് മുതൽ ന്യൂട്രൽ സെന്റിമെന്റ്സ് വരെയാണ് കാണിക്കുന്നത്. വളരെ നെഗറ്റീവ് അവസ്ഥയെങ്കിലും ഉയർച്ചയ്ക്ക് പരിമിതിയുണ്ടെന്നും മാർക്കറ്റ് ഇപ്പോഴും സമ്മർദ്ദത്തിലാണെന്നും ഇത് സൂചിപ്പിക്കുന്നു. ഇന്ത്യ വിക്സ് ഏകദേശം 27.9 വരെ ഉയർന്നത് കഴിഞ്ഞ 4 വർഷത്തിനിടയിലെ ഉയർന്ന നിലയാണ്. ഇത് മാർക്കറ്റിൽ വലിയ വൊളാറ്റിലിറ്റിയും റിസ്കും ഉണ്ടെന്ന് കാണിക്കുന്നു. വിക്സ് 18 മുകളിലായി തുടരുന്നിടത്തോളം ബിയേഴ്സ് കൺട്രോളിലായിരിക്കും. ശക്തമായ ചാഞ്ചാട്ടങ്ങൾ തുടരാനും സാധ്യതയുണ്ട്. 18 താഴേക്ക് വ്യക്തമായി താഴുമ്പോഴാണ് മാർക്കറ്റിൽ സ്ഥിരതയും ബുള്ളിഷ് ആത്മവിശ്വാസവും മടങ്ങിവരാൻ സാധ്യത. അവന്യൂ AI ഓഹരി മാർക്കറ്റ് വീണ്ടും തുറക്കുമ്പോൾ ശ്രദ്ധാകേന്ദ്രമായേക്കാം. Rediff.com IPOയ്ക്ക് വേണ്ടി പ്രീ DRHP ഫയൽ ചെയ്തതും പ്രൈവറ്റ് GTP വഴി AI രംഗത്തേക്ക് പ്രവേശിച്ചതും CC അവന്യൂ ഷിപ്പ് റോക്കറ്റ് സഹകരണത്തിലൂടെ പേയ്മെന്റ് ബിസിനസ് ശക്തിപ്പെടുത്തിയതുമാണ് പ്രധാന പോസിറ്റീവ് വാർത്തകൾ. എന്നാൽ മൊത്തത്തിലുള്ള മാർക്കറ്റ് ദൗർബല്യം കാരണം ഓഹരി വില ഇപ്പോഴും സമ്മർദ്ദത്തിലാണ്. അതിനാൽ വാർത്തകളിൽ പോസിറ്റീവ് ആയാലും ട്രെൻഡിൽ ജാഗ്രത ആവശ്യമാണ്. അമേരിക്കയിലെ മാഗ്നിഫിഷ്യന്റ് 7 ടെക് ഓഹരികൾ ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, എൻവിഡിയ, ടെസ്ല, ആൽഫബറ്റ്, മെറ്റ 2026 ഏകദേശം $3 ട്രില്യൺ മാർക്കറ്റ് വാല്യൂ നഷ്ടപ്പെട്ടു. ഇതോടെ നാസ്ഡാക്ക് ഏകദേശം 10% വരെ കറക്ഷനിലേക്കാണ് പോയത്. AI ചെലവുകളെ കുറിച്ചുള്ള ആശങ്കകളും മിഡിൽ ഈസ്റ്റ് സംഘർഷവും കാരണം നിക്ഷേപകർ ഹൈ ഗ്രോത്ത് ടെക് ഓഹരികളിൽ നിന്നും സുരക്ഷിതമായ അസറ്റുകളിലേക്ക് മാറുകയാണ്. ഇത് ഗ്ലോബൽ തലത്തിൽ റിസ്ക് ഓഫ് ട്രെൻഡ് ശക്തമാണെന്ന് വ്യക്തമാക്കുന്നു. സ്വർണം 1%, വെള്ളി 4%, MCXൽ ചെറിയ ഉയർച്ച കാണിച്ചെങ്കിലും ഇത് മിഡിൽ ഈസ്റ്റ് സംഘർഷം മൂലമുള്ള സേഫ് ഹെവൻ ഡിമാൻഡ് ആണ്. എങ്കിലും വിദഗ്ധർ ജാഗ്രത നിർദ്ദേശിക്കുന്നു. ഇപ്പോൾ വില ഉയർന്നപ്പോൾ വാങ്ങുന്നത് ഒഴിവാക്കി ഇടിവുകളിൽ ക്രമമായി വാങ്ങുന്നതാണ് നല്ലത്. ശക്തമായ ഡോളറും ഉയർന്ന പലിശ നിരക്കുകളും ഉള്ളതിനാൽ ചെറിയ ഉയർച്ചകൾ ഉണ്ടായാലും വലിയ വളർച്ചയ്ക്ക് തടസ്സമുണ്ട്.
ഇന്ത്യയിൽ വെള്ളിവില പീക്കിൽ നിന്ന് ഏകദേശം 45% വരെ താഴ്ന്നിട്ടുണ്ട്. പ്രധാന കാരണം ശക്തമായ ഡോളറും ഉയർന്ന ക്രൂഡ് വില മൂലമുള്ള ഇൻഫ്ലേഷൻ ആശങ്കകളുമാണ്. ഈ ഇടിവ് വില കുറച്ചെങ്കിലും ഒരേ സമയം മുഴുവൻ നിക്ഷേപവും നടത്താൻ ഇത് ശരിയായ സമയമല്ല. വെള്ളി കൂടുതൽ വോളട്ടൈൽ ആയതിനാൽ വ്യവസായ ആവശ്യകതയും സേഫ് ഹെവൻ ട്രെൻഡും രണ്ടും ആശ്രയിച്ചാണ് നീങ്ങുന്നത്. അതിനാൽ നിലവിലെ അനിശ്ചിതത്വ സാഹചര്യത്തിൽ ഘട്ടം ഘട്ടമായി നിക്ഷേപിക്കുന്നതാണ് സുരക്ഷിതമായ മാർഗം. ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ ഡീസൽ കയറ്റുമതി മാർച്ചിൽ ഏകദേശം 20% വരെ ഉയർന്നു, ഏകദേശം 12.9 മില്യൺ ബാരൽ. ഗ്ലോബൽ ഓയിൽ സപ്ലൈയിൽ ഉണ്ടായ തടസ്സങ്ങൾ, പ്രധാനമായും പ്രധാന ഷിപ്പിംഗ് റൂട്ടുകളിലെ പ്രശ്നങ്ങൾ ഡീസൽ വില ക്രൂഡിനേക്കാൾ വേഗത്തിൽ ഉയരാൻ കാരണമായി. ഇതോടെ റിഫൈനിംഗ് മാർജിൻ വർദ്ധിക്കുകയും കയറ്റുമതി കൂടുതൽ ലാഭകരമാവുകയും ചെയ്തു. അതുവഴി മറ്റ് ഇന്ധനങ്ങളുടെ കയറ്റുമതി കുറഞ്ഞിരുന്നെങ്കിലും ഇന്ത്യ ഗ്ലോബൽ മാർക്കറ്റിൽ പ്രധാന സപ്ലയറായി മാറാൻ കഴിഞ്ഞു. അമേരിക്ക 401k റിട്ടയർമെന്റ് അക്കൗണ്ടുകളിൽ ബിറ്റ്കോയിൻ പോലുള്ള ക്രിപ്റ്റോയും പ്രൈവറ്റ് ഇക്വിറ്റിയും ഉൾപ്പെടുത്താൻ പദ്ധതിയിടുന്നു. ട്രംപ് ഭരണകൂടത്തിന്റെ പിന്തുണയുള്ള ഈ നീക്കം വലിയ തോതിൽ നിക്ഷേപ പ്രവാഹം ഇവിടേക്ക് എത്തിക്കാൻ സഹായിക്കാം. എന്നാൽ ഉയർന്ന ഫീസ്, കുറവ് ട്രാൻസ്പെറൻസി, ലിക്വിഡിറ്റി പ്രശ്നങ്ങൾ, റീറ്റെയിൽ നിക്ഷേപകർക്ക് കൂടുതൽ സങ്കീർണത തുടങ്ങിയ റിസ്കുകളും നിലനിൽക്കുന്നു. അതിനാൽ ഇത് പോസിറ്റീവ് ആയാലും ജാഗ്രതയോടെ സമീപിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം BSE സെൻസെക്സ് ഏകദേശം 1636 പോയിന്റ് താഴുകയും നിഫ്റ്റി 50 22,350 താഴെയായി ക്ലോസ് ചെയ്യുകയും ചെയ്തു. മിഡിൽ ഈസ്റ്റ് സംഘർഷം മൂലം ക്രൂഡ് വില ബാരലിന് $116 കവിഞ്ഞത് പ്രധാന കാരണമായി. ബാങ്കിംഗ് ഓഹരികളിൽ ശക്തമായ വിറ്റൊഴുക്ക്, ദുർബലമായ രൂപ, ഉയർന്ന ബോണ്ട് ഈൽഡ്, വർഷാവസാന പ്രോഫിറ്റ് ബുക്കിംഗ് എന്നിവയും വിപണിയെ ബാധിച്ചു. ഇത് ആഭ്യന്തര പ്രശ്നം മാത്രമല്ല, ഗ്ലോബൽ റിസ്ക് ഓഫ് ട്രെൻഡിന്റെ ഭാഗമാണ്. സ്വർണം 1%, വെള്ളി 4% MCX-ൽ ഉയർന്നെങ്കിലും ഈ മാസം മൊത്തത്തിൽ ട്രെൻഡ് ദുർബലമാണ്. അതേസമയം മിഡിൽ ഈസ്റ്റ് സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇറാൻ ആപ്പിൾ, ആൽഫബറ്റ്, മെറ്റ പ്ലാറ്റ്ഫോം, മൈക്രോസോഫ്റ്റ്, എൻവിഡിയ, ടെസ്ല തുടങ്ങിയ പ്രമുഖ ടെക് കമ്പനികൾക്ക് നേരെ ആക്രമണ ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. ഇത് യുദ്ധം സൈനിക തലത്തിൽ നിന്ന് സാമ്പത്തിക ടെക് മേഖലകളിലേക്ക് വ്യാപിക്കുന്നതിന്റെ സൂചനയാണ്. നേരിട്ട് ആക്രമണം നടന്നിട്ടില്ലെങ്കിലും സൈബർ ആക്രമണം, ഓപ്പറേഷണൽ തടസ്സങ്ങൾ തുടങ്ങിയ റിസ്കുകൾ ഉയരുകയാണ്. ഇതോടെ ടെക് ഓഹരികൾ താഴുകയും ഓയിൽ വില ഉയരുകയും ഗ്ലോബൽ മാർക്കറ്റുകളിൽ വൊളാറ്റിലിറ്റി കൂടുകയും ചെയ്യുന്നു. കോട്ടക് മഹീന്ദ്ര ബാങ്ക്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര തുടങ്ങിയ സ്ഥാപനങ്ങൾ ക്യൂബ് ഹൈവേസ് ട്രസ്റ്റിൽ ഏകദേശം 534 കോടി വിലമതിക്കുന്ന യൂണിറ്റുകൾ 146 രൂപ നിരക്കിൽ വാങ്ങി. റോഡ്, ഹൈവേ പോലുള്ള ഇൻഫ്രാസ്ട്രക്ചർ അസറ്റുകളിൽ വിശ്വാസം കാണിക്കുന്ന പോസിറ്റീവ് നീക്കമാണിത്. എന്നാൽ ഇതൊരു സ്ട്രാറ്റജിക് ഇടപാടാണ്. ആയതിനാൽ ഷോർട്ട് ടേമിൽ വലിയ മാർക്കറ്റ് ഇമ്പാക്ട് പ്രതീക്ഷിക്കാനാകില്ല. ബ്ലൂജെറ്റ് എയർവേസിൽ ചെക്ക് ഇൻ ബാഗേജ് ഫീസ് ഏകദേശം $4 വർദ്ധിപ്പിച്ചു. ഇറാൻ ക്രൂഡ് വില ഉയർന്ന നിലയിൽ തുടരുകയാണെങ്കിൽ യാത്രാ ചെലവ് കൂടുതൽ കൂടാൻ സാധ്യതയുണ്ട്. ഒറാക്കിൾ ആഗോളതലത്തിൽ ആയിരക്കണക്കിന് ജീവനക്കാരെ പിരിച്ചുവിട്ടു. ടെക് മേഖലയിലെ സമ്മർദ്ദം, ഉയർന്ന പലിശ നിരക്കുകൾ കൂടാതെ മിഡിൽ ഈസ്റ്റ് സംഘർഷം മൂലമുള്ള അനിശ്ചിതത്വം എന്നിവയാണ് ഇതിനു പിന്നിലെ കാരണങ്ങൾ. വലിയ കമ്പനികളും ചെലവ് കുറയ്ക്കുന്നതിലേക്ക് മാറുന്നതിന്റെ സൂചനയാണിത്. മൈൻഡ്സ്പേസ് ബിസിനസ് പാർക്ക് REIT കെ റഹേജ കോർപ്പിൽ നിന്ന് ചെന്നൈയിലെ ഒരു ഓഫീസ് അസറ്റ് 2541 കോടിക്ക് സ്വന്തമാക്കുന്നു. ഇത് കമ്പനിയുടെ 5ാമത്തെ ഏറ്റെടുക്കലാണ്. ദീർഘകാല വളർച്ചയ്ക്കുള്ള പോസിറ്റീവ് നീക്കമായി ഇത് കണക്കാക്കപ്പെടുന്നു. ഇൻഡിഗോ വില്ലി വാഷിനെ നിയമിച്ച് കമ്പനിയുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തുകയാണ്. ബ്രിട്ടീഷ് എയർവേസിലുള്ള അദ്ദേഹത്തിന്റെ പരിചയവും ഇന്ധനച്ചെലവും ആഗോള അനിശ്ചിതത്വവും നേരിടാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ടെസ്ല എലൺ മസ്കിന്റെ നേതൃത്വത്തിൽ ജപ്പാനിൽ സർവീസ് സെന്ററുകൾ 14 നിന്ന് 30ലേക്ക് വർദ്ധിപ്പിക്കുന്നു. EV ഡിമാൻഡ് ഉയരുന്നതിനാൽ കസ്റ്റമർ സർവീസ് മെച്ചപ്പെടുത്താനുള്ള നീക്കമാണിത്. ഏപ്രിൽ 1, 2026 മുതൽ പാൻ നിയമങ്ങളിൽ മാറ്റം വരും. പാൻ കാർഡിലെ പേര് ആധാറിലുള്ള പേരുമായി കൃത്യമായി പൊരുത്തപ്പെടണം. വ്യത്യാസമുണ്ടെങ്കിൽ അപേക്ഷകർ നിരസിക്കപ്പെടുകയോ ബാങ്കിംഗ്, ടാക്സ് തുടങ്ങിയ സേവനങ്ങളിൽ പ്രശ്നം ഉണ്ടാകുകയോ ചെയ്യാം. അതിനാൽ ആധാർ വിവരങ്ങൾ മുൻകൂട്ടി പരിശോധിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നത് നിർബന്ധിതമാണ്. പ്രത്യേകമായി പറയട്ടെ, ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ള ന്യൂസ് അപ്ഡേറ്റ്സ് മാത്രമാണ്, ഒരിക്കലും റിസർച്ച് റെക്കമെൻഡേഷൻ അല്ല. വിദഗ്ധ ഉപദേശം തേടി മാത്രം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എല്ലാവർക്കും സംശയമാണ്, ഇപ്പോഴത്തെ മാർക്കറ്റ് ട്രെൻഡ് എന്താണ്, ഓഹരി വിപണി എന്താവും, എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടുമോ? എന്നാൽ ഇന്ത്യൻ എക്കണോമി ഇപ്പോഴും സ്ട്രോങ് ആണ്. പക്ഷേ ഗ്ലോബൽ ഇഷ്യൂസ് ആണ് റിസ്കി സോണിലേക്ക് ആക്കുന്നത്. പ്രീ സ്റ്റാഗ്ഫ്ലേഷൻ ഫിയർ ആണ് ഇപ്പോൾ മാർക്കറ്റിൽ ഉള്ളത്. അതായത് ഫ്യൂച്ചർ റിസ്കുകൾ മൂലം മാർക്കറ്റ് റിയാക്ട് ചെയ്യുമോ എന്ന ഫിയർ. അത് സ്റ്റോക്കുകൾ ഫോൾ ആകാനുള്ള പ്രധാന കാരണമാണ്. എന്താണ് സ്റ്റാഗ്ഫ്ലേഷൻ? എക്കണോമി ഗ്രോ ചെയ്യുന്നില്ല, സാധനങ്ങളുടെ വില ഉയരുന്നു,
അൺഎംപ്ലോയ്മെന്റ് ഡാറ്റ കൂടുന്നു. ഇതാണ് സ്റ്റാഗ്ഫ്ലേഷൻ. ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്